അധികൻ ഹാഷ്മിയുടെ ഒരു ഫുട്ബോൾ വിലയിരുത്തലിന്റെ വീഡിയോ വന്നിട്ടുണ്ട്. ചിലർക്ക് കാഥികന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഇത്ര കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ വേറെ ഇല്ല എന്നാണ് സ്വയം ചിന്തിച്ച് നടക്കുന്നത്. അവരുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം അർജന്റീന സെമി പോരാട്ടം കടന്നു വരുമ്പോൾ കാഥികൻ സ്വന്തം ഓഫീസിലെ സഹപ്രവർത്തകരടുത്ത് തന്നെ തന്റെ വിലയിരുത്തൽ വീഡിയോയ്ക്ക് മുന്നിൽ സധൈര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞതാണ്, കണ്ടോളൂ. അതായത് ഈ എന്ന് പറയാൻ ഇവിടെ ആരും ധൈര്യം കാണിക്കാത്ത സമയത്ത് ഇങ്ങോട്ട് അപ്പുറത്ത് പറയാൻ ആളാണ് ഞാൻ. സാക്ഷിയാണ്. അന്ന് ജെയിംസ് സാർ അടക്കമുള്ളവർ, അന്ന് അനിൽ മാസ്റ്റർ അടക്കം എന്നെ പുച്ഛിച്ചു പരിഹസിച്ചു. ഈ നിൽക്കുന്നവരൊക്കെ എന്നെ പുച്ഛിച്ചു. ഇംഗ്ലണ്ട് കപ്പെടുക്കും ഉറപ്പ്. കണ്ടില്ലേ? ഈ എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞവനാടാ ഞാൻ ഈ കാഥികൻ. എങ്ങനെയുണ്ട്? ആ ന്യായീകരണത്തോടു കൂടി ഇംഗ്ലണ്ടിന്റെ പുക കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സിലായോ? ആധികാരികമായി ഒച്ചയെടുത്ത് വിലയിരുത്തൽ നടത്തുന്നവരുടെ ചിന്താഗതി എന്താണെന്ന് ഇന്നലെ റിയാലിറ്റി തെളിയിച്ചു. മത്സരം എന്തായിരുന്നു, ചിലരുടെ വിചാരങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കും കൂടി വിലയിരുത്താവുന്നതാണ്. ആധികാരികമായി എന്ത് പൊട്ടത്തരം പറഞ്ഞാലും കാഥികനായിക്കോട്ടെ സതീശനായിക്കോട്ടെ ആ പറയുന്ന വാചകങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർക്ക് റിയാലിറ്റി സംഭവിക്കുന്നത് എന്താണെന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ വിശ്വാസം വരുന്നില്ല. വിശ്വാസം വരാത്തവരുടെ മുന്നിൽ ഇന്നലെ അർജന്റീന ഫൈനൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷേ കാഥികന്റെ ഇന്നലത്തെ വിലയിരുത്തൽ വെച്ച് അത് കേട്ടതിന് ശേഷം അതാണ് കറക്റ്റ് എന്ന് വിശ്വസിച്ചവർ ഇന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സകല കാര്യത്തിലും സംഭവിക്കാറുള്ളത്. ഇവർ അങ്ങ് തട്ടിവിടുന്നു. ഇവർക്കൊരു വിചാരമുണ്ട്. ആ വിചാരമാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എന്തുകൊണ്ട് അർജന്റീന വരുമെന്ന് പറഞ്ഞാൽ അതിന് ചില സാങ്കേതികമായ കാരണങ്ങളുണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയാൻ ധൈര്യം കാട്ടാത്ത കാലത്ത് പറഞ്ഞു വെച്ചതാണ്. ആ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ നടന്നിരിക്കും. അതായിരുന്നു സമീപനം. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഇതുവരെ വീഡിയോ പുറത്തു വന്നിട്ടില്ല. റിസൾട്ട് വന്നതിന് ശേഷം ബോധം കെട്ടങ്ങാനും വീണോ എന്നറിയില്ല. ഇത്രയും ആധികാരികമായി തള്ളുമ്പോൾ ചിലർ വിചാരിക്കും, ഓ കറക്റ്റ് ആണ്, ഇപ്പോ കറക്റ്റ് ആയില്ലേ, ആര് ഫൈനലിലെത്തി. ഇംഗ്ലണ്ടുകാരുടെ കണ്ണീര് ഇതുവരെ തോർന്നിട്ടില്ല. ഇംഗ്ലണ്ട് ടീം പോലും ചിലപ്പോൾ കാഥികന്റെ പ്രതികരണം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള മോട്ടിവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മോട്ടിവേഷനുമായിട്ട് അർജന്റീനയുടെ അടുത്ത് ചെന്ന് കയറി കൊടുത്ത് എന്ത് സംഭവിച്ചു? കിടക്കുന്നു അവരുടെ ഫുട്ബോൾ സ്വപ്നം. അതായത് ഈ എന്ന് പറയാൻ ഇവിടെ ആരും ധൈര്യം കാണിക്കാത്ത സമയത്ത് ഇങ്ങോട്ട് അപ്പുറത്ത് പറയാൻ ആളാണ് ഞാൻ. സാക്ഷിയാണ്. അന്ന് ജെയിംസ് സാർ അടക്കമുള്ളവർ, അന്ന് അനിൽ മാസ്റ്റർ അടക്കം എന്നെ പുച്ഛിച്ചു പരിഹസിച്ചു. ഈ നിൽക്കുന്നവരൊക്കെ എന്നെ പുച്ഛിച്ചു. ഇംഗ്ലണ്ട് കപ്പെടുക്കും ഉറപ്പ്.